അത്ഭുതകരമാണെന്ന് പറയട്ടെ. ഞാൻ സരിതോട് പറയാത്ത രഹസ്യമാണ്. ഒറ്റയടിക്ക് 100 ഗ്രാം സ്വർണം കിട്ടും. ഒന്നും പറയണ്ട, സകല കലാവല്ലഭ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കുറേ ദിവസത്തിന് ശേഷം കുടിയിലേക്ക് വന്നിരിക്കുകയാണ്. സമയം ഉച്ചയാണ്. ഉച്ചക്കിലേക്കുള്ള കൂട്ടാൻ വെക്കാണെന്നൊക്കെ കേട്ടാ. ഒരു മീൻകറിയാണിത്. നമ്മുടെ നിമ്മി ചേച്ചിയില്ലേ, നമ്മള് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുള്ള അവിടുത്തെ റൊസാൻ ഹൗസ് ഓഫ് ഐഡിയാസ്, അവിടുത്തെ നിമ്മി ചേച്ചി. ആ നിമ്മി ചേച്ചി നല്ലൊരു കുക്കും കൂടിയിട്ടാണ് കേട്ടോ. ആള് കുറേ പാചക റെസിപ്പികൾ എഴുതി വെച്ചിട്ടുണ്ട്. ആള് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ള ബുക്കൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ട ആൾക്ക് എപ്പോഴും ഓർഡറൊക്കെ വരും. ഫുഡ് ഇങ്ങനെ കുറച്ച് പേർക്കുള്ള ഓർഡറൊക്കെ ആൾ ശരിയാക്കി കൊടുക്കും. ഭയങ്കര കഴിവുകളുള്ളൊരു ചേച്ചി. അത് പാചകം, സാഹിത്യം, പടം വരയ്ക്കും. അന്ന് നമ്മൾ പോയപ്പോ കണ്ടില്ല, അവർ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ പടം വരച്ചു വെച്ചാണത്. ഇനിയിപ്പോ ഒരു ക്രിസ്മസ് ആവാറാകുമ്പോ ഈ എന്താ പറയാ, ഫ്ലവേഴ്സ് ഇല്ലേ, ഡ്രൈഡ് ഫ്ലവേഴ്സ്, അതൊക്കെ വെച്ചിട്ട് ഒരേ സാധനങ്ങൾ ഉണ്ടാക്കും. അതിനൊക്കെ ഒരു പേരുണ്ട്, എനിക്കറിയില്ല. സകല കലാവല്ലഭ എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു പാട്ട് പറയാട്ടാ. പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3 വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിരുന്നു. പക്ഷെ ഡാൻസ് ടീച്ചർ ഈ അരമണ്ഡലത്തിൽ നിൽക്കാണ്ടാവുമ്പോൾ ഭയങ്കര അടിയടിക്കുന്നു. അപ്പം പിന്നെ ഡാൻസ് ടീച്ചർ വരുമ്പോഴേ പേടിയാണ്. ടീച്ചർ വരുമ്പോഴത്തേക്കും കട്ടിലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കുന്നു. അങ്ങനെ അത് കാരണം ഡാൻസ് പഠിക്കാണ്ടിരുന്നതാണ്. ചേച്ചിയുടെ അമ്മ അങ്ങനെയായിരുന്നു. ആ ചേച്ചിയുടെ അമ്മ എല്ലാത്തിലും ഭയങ്കര കഴിവുകളായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള മീൻ കൂട്ടാനാണ് കേട്ടോ വെക്കാൻ പോണേ. ചോറിന്റെ കൂടെ കഴിക്കാനുള്ള. അതില് കൊടപ്പുളി, പുളി അങ്ങനെ ചേർക്കണില്ല. തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ. നമ്മള് ഈ സെയിം സാധനത്തിൽ എനിക്ക് തോന്നുന്നു വല്ല പുളി പിഴിഞ്ഞ, മറ്റേ വാളംപുളി പിഴിഞ്ഞ വെള്ളമോ അല്ലെങ്കിൽ കൊടപ്പുളി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിനും കഴിക്കാൻ പറ്റും തോന്നുന്നു. റെസിപ്പി കണ്ടിട്ട് അങ്ങനെ തോന്നണേ. നമുക്ക് ഇനി വെക്കാൻ തുടങ്ങാം. ഭയങ്കര ഈസിയാ. ഭയങ്കര ഈസിയാണ്. എവിടെ? അല്ല, ഞാൻ ഇത് അപ്പൊ അങ്ങോട്ട് പോവല്ലേ, ഇത് കാണിക്കണ്ടേ? മനോഹരമായ നമ്മുടെ ആവോലിയാണ്. ആവോലിക്ക് ഭയങ്കര വില കുറവാണ്. അതുകൊണ്ട് ആവോലി വാങ്ങിച്ചു. ഏകദേശം ഒരു 350-400 ഗ്രാം ഉണ്ട് കേട്ടോ തൂക്കം. ഭയങ്കര വില കുറവ് ആവോലിക്ക്. നല്ല കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റേ കഷ്ണങ്ങളില്ലേ, തലയും പാലും അങ്ങനെ ഇങ്ങനെ, അതൊക്കെ കൊണ്ട് ചേട്ടൻ്റെ ഒരു കൂട്ടാൻ വെച്ചു. ദോഷം പറയരുതല്ലോ, ഒന്നിനും കൊള്ളില്ലായിരുന്നു കൂട്ടാൻ. ഞാനങ്ങനെ വെറും 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ വെറുതെ വെച്ചു. എന്തേലും കഴിക്കാൻ, ചോറിന് കൂട്ടാനൊന്നുമില്ല. സരിതയാണ് കിടന്നുറങ്ങ ഉച്ചയ്ക്ക്. അവന് ഞാൻ ചടപ്പെടുന്ന വെച്ചാട്ട് കൂട്ടാൻ. അത് 1000 വെക്കാൻ കൊള്ളില്ല ഒന്നും പറയണ്ട കേട്ടാ. കൂട്ടാനുണ്ടായിരുന്നു, നല്ല കൂട്ടാൻ ഞാൻ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാലത്ത്. മറ്റേ വെള്ളക്കടലയുടെ മസാല ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാടാ, അപ്പൊ ആ പോലെയാണ് എടുത്തോണത്. നീ അതിനെ കുറിച്ച് പറയണ്ട. കൂട്ടാനെ കുറിച്ചിട്ട് പറഞ്ഞോ. അപ്പം ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം, ഒരു പേസ്റ്റ്. അതിന് 2 സബോള വേണം. ഇതൊക്കെ അരക്കണം കേട്ടോ നന്നായിട്ട്. ഇപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടിട്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, മല്ലിയില, പുതിനല. അതെ, ഇപ്പൊ തന്നെ പൊട്ടിച്ചോണ്ട്. അതെ, അയ്യോ ഞാൻ അതന്നെ പറയാൻ വരണ എന്റെ പൊന്നെ. അതെ, മല്ലിയിലേ അത് ഒറ്റ കൈ കൊണ്ട് കഴിയ ശരിയാവില്ല. മല്ലിയില മണ്ണുണ്ടാവും. ഞാൻ അവിടെ വെച്ച് കഴിക്കുമെന്ന്. എന്നാലും ഒന്ന് കഴിയട്ടെ. മല്ലിയില നമ്മൾ ആഫ്രിക്കൻ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മല്ലിയില എടുക്കാം. മല്ലിയില നല്ലോണം വേണം. പുതിനല കുറച്ചേ വേണ്ട. പക്ഷെ പുതിനല ചേട്ടൻ ഒരു ലോഡ് പൊടിച്ചോണ്ടിട്ടുണ്ട്. കുറെ ഉണ്ട്, പക്ഷെ അത് വിചാരിച്ചിട്ട് കുറെ ഇടാൻ പാടില്ല. മല്ലിയില, പുതിനല കുറച്ചേ ഇടാൻ പാടുള്ളൂ കേട്ടാ. മല്ലിയില കൂടുതൽ വേണം. അടുത്തത് കുറച്ച് പുതിനല,
പിന്നെ ഒരു ഇതിൻ്റെ അളവുകൾ അങ്ങനെ അറിയില്ല കേട്ടോ എനിക്ക്. 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടിപൊളിയായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അയ്യോ നല്ല വിളിക്കണ പോലെ തോന്നുന്നുണ്ടോ ചേട്ടാ? ചെറുതായിട്ടുണ്ട്. ആ അരഞ്ഞൂട്ടാ. അപ്പം ഇതിനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം നന്നായി. ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വയ്ക്കണം. തീ കത്തിച്ചൂട്ടാ ആദ്യം തന്നെ, എന്നിട്ടാണ് ചട്ടി അടുപ്പത്ത് വെച്ചത്. വെളിച്ചെണ്ണ ഒഴിക്കുക. ഏത് എണ്ണയിലാണെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. അതെ ഓയിലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമ്മുടെ ഈ പേസ്റ്റ് അടിച്ച സാധനം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടാ. ചേട്ടാ മരത്തിന്റെ കയ്യിലെടുത്തിട്ടില്ലേ? നല്ല കാറ്റ്. ഇതാണ് മെയിനായിട്ട് ഇതിന്റെ കൂട്ടില്ലേ, വെറൈറ്റി കൂട്ടാണ് കേട്ടത്. അല്ല സാധാരണ നമ്മൾ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും സബോളയൊക്കെ ചേർക്കും. അതിൽ കൂടെ ഈ മല്ലിയിലും പുതിനയിലും കൂടി അരച്ച് ചേർത്തുന്ന് മാത്രം. ബാക്കി ഇനി എല്ലാം സെയിം തന്നെ. ഇനി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തക്കാളി ചേർക്കുക, പുളി ചേർക്കില്ല എന്ന് മാത്രം. ഇങ്ങനെ വഴറ്റി പച്ചമണം കളയണം. അടുത്ത് എവിടെയോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇന്നലെ കലാഭവൻ മണിയുടെ പാട്ടുകളൊക്കെ കേട്ടോടുന്നത്, നാടൻ പാട്ടുകൾ. ഇന്നിപ്പോ ഒരു 90s 2000 ആ ഒരു കാലഘട്ടത്തിലത്തെ ഹിറ്റ് പാട്ടുകൾ ഉണ്ടായിരുന്നു, അതാണ് കേൾക്കണം. തമിഴ് പാട്ടുകൾ. ഭയങ്കര മഴക്കാര്. ശോഭ സിറ്റിന്റെ മുകളിൽ നോക്കിയ ഫ്ലാറ്റിന്റെ മുകളിൽ നോക്കിയ മഴക്കാര്, കൊടും മഴക്കാര്. എവിടേക്കാ കോണിയും കൊണ്ട്? എവിടേക്കാ കോണിയും കൊണ്ട് പോണ്? മുരിങ്ങര മറ്റേ കമ്പുകൾ വെട്ടാനായിട്ട്, വെട്ടിക്കളയാനായിട്ട്. ചേട്ടൻ തലയ്ക്ക് വല്ല പ്രാന്തുണ്ട്, എന്നിട്ട് വേണം അങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ. അത് ഈ വേപ്പിന്റെ ചില്ല വെട്ടാനായിട്ട് അവൻ വരില്ലേ, കോക്കു. അപ്പൊ അവൻ വെട്ടി തരൂ. അവരാ? ആ, വെറുതെ ആവശ്യമില്ലാത്തതിന് പോണ്ട. ഇത് ഞാൻ വെട്ടാറല്ല കൊല്ലം എപ്പോഴും. പക്ഷെ ഇത് ഭയങ്കര ഹൈറ്റ് ഇപ്പോ. നിനക്ക് തോന്നുന്നതാ? കഴിഞ്ഞല്ലേ നീ താഴത്തുനിന്ന് ഷൂട്ട് ചെയ്താ മതിട്ടാ. അല്ലെ തലയും കുത്തി അപ്പുറത്ത് വീഴാം. കഴിഞ്ഞ വട്ടം തന്നെ രക്ഷപ്പെട്ടു. നിധി വീണത് അപ്പുറത്ത് ചാടി വീണത്. ചാടി വീഴേ. ഞാൻ വെട്ടാൻ പറ്റുന്നത് വെട്ടട്ടെ. അതെ സ്വർണ്ണത്തിന്റെ വില കണ്ട 1,500 രൂപയാണ് ഇന്നത്തെ വില. എന്താ സ്വർണ്ണം എടുക്കണോ? ഒരിക്കലും വിഷമം വേണ്ടോ ചേട്ടൻ? എന്തിനാ വിഷമം? അല്ല ഞാൻ ആലോചിക്കണേ, നടക്കുന്ന ആൾക്ക് എന്തിനാ വിഷമം വാങ്ങിക്കാൻ? ഞാൻ ആലോചിക്കണേ, അതായത് വെട്ടാൻ പിന്നെ അതായത് 1991 ഞങ്ങൾ സ്വർണ്ണപ്പണി ആരംഭിക്കുന്ന ടൈമിൽ, അത് വീട്ടിൽ സജീവൻ സ്വർണ്ണപ്പണി പഠിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ സ്വർണ്ണപ്പണി തുടങ്ങിയത്. അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ടൈം. അപ്പോൾ സ്വർണ്ണത്തിന് അപ്പോൾ എത്ര വില എന്നറിയോ? 1 ഗ്രാമിന് വെറും 249 രൂപയുള്ള ഒരു ഗ്രാമിന് കേട്ടാ. ഇപ്പോൾ 34 കൊല്ലങ്ങൾ കഴിഞ്ഞു. 34 കൊല്ലം, കറക്റ്റ് 34 കൊല്ലം ആകുമ്പോൾ ആ 219 കിലോ സ്വർണ്ണം വാങ്ങിച്ചേക്കിരുന്നില്ലേ അന്നത്തതിന്? അന്ന് ഈ നക്കാപ്പിച്ച് 249 രൂപ ഉണ്ടാക്കാൻ വരെ ഒരു വകുപ്പില്ലാത്തൊരു കാലഘട്ടമാണ് കേട്ടപ്പോൾ. അപ്പോൾ ആ സാധനമാണ് ഇപ്പോൾ 34 കൊല്ലം കഴിഞ്ഞപ്പോൾ 1,500 രൂപയായി. അപ്പോൾ എത്ര ഇരട്ടി വില കയറുന്നു സ്വർണത്തിൻ്റെ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ സ്വർണ്ണപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ സ്വർണ്ണം ഉണ്ടാവണം. അത് പണിത് ആഭരണങ്ങളാക്കിയിട്ട് സ്വർണ്ണക്കടയിൽ കൊണ്ടുവന്ന് കൊടുക്കും കടക്കാർ. അപ്പോൾ പകരം നമുക്ക് ഈ സ്വർണ്ണത്തിൻ്റെ പഴയ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതൊക്കെ ഉരുക്കിയിട്ട് നമുക്ക് തരും. അതോ കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ ആഭരണം പണിയും. അപ്പോൾ എപ്പോഴായാലും നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടാവണം. സ്വർണ്ണം ഉണ്ടെങ്കിലാണ് നമുക്ക്. അപ്പോൾ 1 ഗ്രാമിന് ഇത്ര രൂപ വെച്ചിട്ട് കൂലി കിട്ടില്ല, അല്ലാണ്ട് നിങ്ങൾക്കൊന്നും ലാഭം അത് പറയും. ഞാൻ പറഞ്ഞു തരാം. ഇതിങ്ങനെ ഇതിന്റെ കണക്ക് 100 ഗ്രാം പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഗ്രാം കിട്ടും അല്ലെ? 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ചില കടക്കാർ കൂടുതൽ തരുന്ന 4 ഗ്രാം കിട്ടും. അങ്ങനെയാണ് എന്റെ കണക്ക്. അപ്പൊ നമ്മൾ പണിക്കാർക്ക് ഇപ്പൊ 100 ഗ്രാം, നമ്മുടെ വീട്ടിൽ പണിക്കാരുണ്ട്, അവർക്ക് 100 ഗ്രാം പണിയാൻ കൊടുത്താലും 200 ഗ്രാം പണിയാൻ കൊടുത്താലും 500 ഗ്രാം പണിയാൻ കൊടുത്താലും കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ പണി കഴിഞ്ഞ് തരണം. അപ്പോൾ 100 ഗ്രാം പണിതാൽ നമുക്ക് കിട്ടണത് 2 ഗ്രാമാണ്. പക്ഷെ 500 ഗ്രാം പണിതാലോ 10 ഗ്രാം നമുക്ക് 10 ഗ്രാം കിട്ടും. പക്ഷെ നമുക്ക് ചിലവ് ഇത്ര തന്നെ ഉള്ളൂ. അതായത് ഈ പണിക്കാരനെ ഇരുന്ന് പണിതോളും. അത് 1 കിലോ ആയാലോ അപ്പോൾ എത്ര ഗ്രാമായി? 20 ഗ്രാമായി. അപ്പൊ മാക്സിമം പണി കൂടുതൽ നടന്നാലേ നമുക്ക് ഗുണമുള്ളൂ.
പണി കുറവ് നടന്നാലും ഈ പണിക്കാർക്ക് ഇതേ കൂലി തന്നെ കൊടുക്കണം. അവർക്ക് ചിലപ്പോ 2-3 മണിക്കൂർ സമയത്തെ പണിയുള്ളെങ്കിലും അവർക്ക് ആ ഒരു ദിവസം കൂലി കൊടുക്കണ്ടേ. അപ്പൊ കൂടുതൽ പണി നടക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ കയ്യിൽ കൂടുതൽ സ്വർണ്ണം ഉണ്ടാവണം. കയ്യിൽ കൂടുതൽ സ്വർണ്ണം ഉണ്ടാവണം. സ്വർണ്ണം ഉണ്ടായാലാണ് നമുക്ക് മെച്ചമുള്ള. പക്ഷെ നമ്മുടെ കയ്യില് അന്ന് പണി തുടങ്ങിയ ടൈമിൽ നമ്മുടെ കയ്യിൽ സ്വർണം അങ്ങനെ അല്ലറ ചില്ലറയ്ക്കുള്ളൂ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരിങ്ങനെ ആഭരണ പണിക്കാര് പണി പഠിച്ചിട്ടുള്ളവരുണ്ട്. നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള സ്വർണ്ണപ്പണി പഠിച്ചിട്ടുള്ള ആളുകളല്ല. അല്ല, പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാരല്ല. നമ്മൾ പണി പഠിച്ചിട്ട് ഇത് സ്വർണ്ണപ്പണി ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പോൾ 1991 ആ സമയത്ത് സ്വർണ്ണപ്പണിയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടമാനം പേര് ഈ സ്വർണ്ണ പണി നടത്തുന്നവരുണ്ട്. അപ്പോൾ ഈ സാധാരണ കുറികൾ വയ്ക്കുന്ന പോലെ തന്നെ സ്വർണ്ണക്കുറിയുണ്ട്. ഇത് ആഴ്ചയിൽ 2 ഗ്രാം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നറുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ഗ്രാം കിട്ടും. ഒരു 50 പേരൊക്കെ ഉണ്ടാവും ഒരു സ്വർണ്ണക്കുറിയിൽ. അപ്പോൾ ആഴ്ചയിൽ 2 ഗ്രാം. അപ്പോൾ ആദ്യം 50 ആഴ്ച. അപ്പോൾ ആദ്യം നറുക്ക് കിട്ടുന്ന ആൾക്ക് എന്തൊരു മെച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് 100 ഗ്രാം സ്വർണം കിട്ടും. ഈ 100 ഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പണം തൊട്ട് നമുക്ക് ഈ കുറി വെച്ച് പോവാം. അപ്പൊ നമുക്ക് 50 ആഴ്ച കഴിയുമ്പോ ഈ സ്വർണം നമ്മുടെ സ്വന്തമായി. മനസ്സിലായി. അപ്പൊ നമുക്ക് പണി നടത്തും. ചിലപ്പോൾ ഈ 100 ഗ്രാം കൊണ്ട് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാനും പറ്റും ഇങ്ങനെ സ്വർണം പണി പണിത്. ഇതാണ് ഇതിൻ്റെ ഇത്. അങ്ങനെ ഞങ്ങൾ മരത്താര കുറി ചേർന്നു കേട്ടോ. മരത്താര ഇങ്ങനെ സ്വർണ്ണക്കുറി നടത്തുന്ന സ്ഥലമുണ്ട്. അവിടെ ചേർന്നു ഒരു നറുക്ക്. അപ്പോൾ അന്ന് സൈക്കിളാണ് കേട്ടോ മെയിനായിട്ട് നമ്മുടെ യാത്രോപാധി. ഡൈ അടിക്കാനും കമ്പി പിടിക്കാനും എല്ലാത്തിനും നടക്കലും സൈക്കിൾ ചവിട്ടലും മനുഷ്യൻ നരകം പിടിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. രാത്രി ഉറക്കുളച്ചിട്ടും ചാവാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഫസ്റ്റ് നറുക്ക് എന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് നറുക്കെടുക്കേണ്ട ടൈമായി. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു കേട്ടാ, ഈ ഫസ്റ്റ് നറുക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ശയന പ്രദക്ഷിണം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമാണെന്ന് പറയട്ടെ, ഞാൻ സരിതോട് പറയാത്ത രഹസ്യമാണ്. ആദ്യത്തെ നറുക്ക് നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ടാ? എൻ്റെ ദൈവമേ, ആ സസ്പെൻസ് പൊളിഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പോയിട്ട് എന്നിട്ട് ഗുരുവായൂർ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഞാൻ ശയന പ്രദക്ഷിണം നടത്തി. ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. അത് നമുക്ക് ഒരു മെച്ചം, കുടുംബത്തിനൊരു മെച്ചം കിട്ടി. അങ്ങനെയാണ് പണി തുടർന്ന് പോകുന്നത്. അപ്പം അന്നത്തെ സംഭവം ആലോചിക്കുകയാണേ, 250 രൂപ വിലയുള്ള ഒരു ഗ്രാമിന്. അപ്പൊ 100 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24,000 രൂപ. ആ സമയത്ത് കോളില് പണിയുണ്ട്, മനുഷ്യൻ പണിയെടുത്ത്. അല്ല, ആ സമയത്ത് എത്ര ഗ്രാം? ആ സമയത്ത് സെന്റിന് എത്ര രൂപയായിട്ടാ കോളില് നിലം വാങ്ങിച്ചത്? കാശ് അയ്യോ, അത് 1000 ഒന്നുമില്ല. അല്ല, അപ്പൊ സ്വർണ്ണം അല്ല ചോറല്ലേ ഭക്ഷണം കഴിക്കാനായിട്ട് ആലോചിക്കായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോ പറയാൻ കാരണം എന്താണ്? അല്ല, സ്വർണത്തിന്റെ വില കേട്ടപ്പോഴേ ഞാൻ അന്നത്തെ ആ കാര്യം ആലോചിക്കണേ. മഞ്ഞൾപ്പൊടി ഇരുന്നു കേട്ടോ. ഇതിന്റെ പച്ചമണൊക്കെ പോയിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നു കേട്ടോ. അപ്പൊ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ചെറിയ ടീസ്പൂൺ. അല്ല, അളവൊന്നും എനിക്കറിയില്ല. നമ്മളൊരു അളവ് വെച്ചിട്ട്. മുളക് പൊടി ഇത് ഭയങ്കര എരിവുള്ളതായ കാരണം കുറച്ചിട്ടുള്ളൂ. അത് ഇളക്കിട്ട് കേട്ടാ. ഇളക്കണ്ട്. അപ്പോഴേക്കേ തക്കാളി പേസ്റ്റ് അടിക്കണം. അപ്പൊ നമ്മളുടെ നേരത്തെ ഇത് അടിച്ചിട്ടുണ്ടായിരുന്ന ജാറിൽ തന്നെയാണ് കേട്ടോ. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് ഒഴിക്കണം. അപ്പോഴേ ഈ മസാല പൊടികളൊക്കെ ഇട്ടതൊക്കെ ഇതായിട്ടാ കളറൊക്കെ മാറി. ഒഴിക്കുന്നു. നല്ല കൂട്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു. ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നു. മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. വീണ്ടും ഇളക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തൊരു ഭംഗിയാണ്. സരിത നോക്കിയേ. നീ ഇളക്കിക്കോ, ഞാൻ മരം വെട്ടാൻ പോവാ. അവരെന്ത് വെട്ടും വിചാരിച്ചാൽ നമുക്ക് നല്ല മുരിങ്ങയില കിട്ടണ്ടേ. എനിക്ക് എത്താവുന്നത് 2-3 കുറച്ചെണ്ണം വെട്ടട്ടെ കേട്ടോ. പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അതേ ചെമ്പരത്തി പൂക്കെ നോക്കിയേ. ചെമ്പരത്തി പൂവേ ചൊല്ലാം ദേവനെ നീ കണ്ടു. ഞാനെനിക്ക് വെട്ടാൻ പറ്റുന്നത് വെട്ടാം കേട്ടോ.
ഭയങ്കര അത് ഹൈറ്റാ. മുരിങ്ങയായ കാരണേ അത് വളയണു. ഞാനതല്ല, അപ്പൊ ഞാനിപ്പോ ഈ ഗ്രാമിന്റെ വില പറഞ്ഞതേ അല്ലാന്ന് ഓരോ കാലം കഴിഞ്ഞ് പോണ കാര്യങ്ങൾ പറയുന്നത്. ഞാനേ മുരിങ്ങലേരെ ഇത് വെട്ടിക്കില്ലെങ്കിൽ എന്നിട്ട് കുഴപ്പമെന്നറിയോ, ആളുകൾ ഇത് കാണുമ്പോൾ മുരിങ്ങാര് ഇതാണ്ട് വെട്ടി കളയാൻ എന്താണെന്ന് പറയും. കാരണം കണ്ടമാനം പേർക്ക് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മുരിങ്ങല. പക്ഷെ സത്യത്തിൽ ഇത് വെട്ടി ഒതുക്കി കഴിഞ്ഞാലാണ് നല്ല ഇല കിട്ടുക. ചേട്ടൻ മുരിങ്ങലോണ്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ട്. ഇതൊരു മുരിങ്ങല ചമ്മന്തിയാ? അത് നിനക്ക് ഇനി അറിയാ? അല്ല, ഞാൻ ഈ ഇതില് ഇൻസ്റ്റയില് കണ്ടത് അറിയില്ല. ഇതിന്റെ തലയിലേക്ക് അവര് ഈസി ആയിട്ട് വെട്ടും. അപ്പൊ ഇത് വെട്ടും തോറാണ് നല്ല ഇല കിട്ടുക. അപ്പൊ വെട്ടിയില്ലെങ്കിൽ ഇതിങ്ങനെ മുകളിലേക്ക് ആകാശത്തിരിക്കാണ്ട് പോവും. അപ്പോൾ പോയിട്ട് എന്ത് കാര്യം, നമുക്ക് ഒരു കാര്യമില്ല, ഒരില പോലും കിട്ടില്ല. ഞാൻ അപ്പുറത്തേക്ക് പോകണം, കോണി അപ്പുറത്ത് വയ്ക്കണം. ഒരു ഇതൊക്കെ പോകുന്നു ഇവിടെ. ആ കളപ്പുല്ല് വലിക്കണ ചേച്ചിമാരെന്താ വരാന്ന് പറഞ്ഞാണേ? അവര് നാളെ മറ്റന്നാളെ വരെ ഇരിക്കും. എന്തായി നിന്റെ കൂട്ടാൻ? ഓ, ഇവിടുന്ന് പോയിട്ട് 1 മണിക്കൂറായി പോലെ ഉണ്ട്. ചോദ്യം കേട്ട് ഞാൻ 5 മിനിറ്റ് പോലെ ഇത് കൂട്ടാൻ ഇതാവാനായിട്ട് എന്തോ സമയമാണ്. ആഹാ, നല്ല ഭംഗിയില്ല. വെളിച്ചെണ്ണ തെളിഞ്ഞു കഴിഞ്ഞാലേ ആ മീൻ കഷ്ണങ്ങളിൽ നിരത്തി വെക്കണം. നീ അപ്പുറത്തേക്കുള്ളത് ഇപ്പൊ വെട്ടണില്ല. ഹരിതര അഭീഷ്ടപ്രകാരം ഞാൻ വെട്ടണില്ല. കോക്ക് എന്തിനു വരുന്നുണ്ട്. പിന്നെ ഇതെന്തിനാ വെട്ടിയേ? പിന്നെ ഇതെന്തിനാ? അത് വെട്ടാൻ പറ്റാത്തതായപ്പോ സരിതയുടെ അഭീഷ്ടപ്രകാരമായി. അപ്പൊ അപ്പോഴത്തേക്ക് ഓരോ ന്യായീകരണം കൊണ്ടുവരും. സാധനം ഒരുവിധം ലെവലായില്ലേ? അപ്പൊ നമുക്ക് മീൻ കഷ്ണം ഇടാം. ഇത് മാറ്റി പിടിച്ചേ. ആവോലിയിലെ മികച്ച കഷ്ണങ്ങൾ. ചാളക്ക് 400 എന്ന് പറഞ്ഞിട്ടില്ലേ? പറയണ്ടെന്നാ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ ചാളക്ക് 400 രൂപയെന്ന്. ഇത് വാങ്ങിക്കാൻ പോയി 400 രൂപ ചാളക്ക് വില. ഇതിനെത്ര വില? ഇതിന് 520 രൂപ. എന്നിട്ടാണ് ഇത് ഭയങ്കര വില കുറവെന്ന് പറഞ്ഞത്. ഇത് വേണ്ട ഒരു കുഞ്ഞാകോലിക്ക് 280 രൂപയുള്ളോ. തിളക്കി മസാലയൊക്കെ മീനിൽ പിടിക്കട്ടെ. മസാല പിടിച്ചിട്ട് ഞാൻ ഇറക്കണത്. വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കണം. ഇല്ലേട്ടാ, വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് എന്തോരം വെള്ളം ഒഴിക്കുന്ന പറഞ്ഞത് അറിയില്ല. ഇതുവരെ ഉള്ളതൊക്കെ ഒരു നീ വെള്ളം വേണ്ട, കട്ടിയിൽ നീ ആയിരിക്കും. തിരുവണ്ണി വെള്ളം ഒഴിക്കണേ. മീൻ വേവാണ്ടുള്ളൊരു വെള്ളം വേണ്ടേ? തിരുവണ്ണി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചോ. ഉപ്പ് നോക്കിയിട്ട് ഇനി ഇടാം. ഉപ്പ് ചിലപ്പോൾ ഇടേണ്ടി വരും. എന്തായാലും ഇടേണ്ടി വരും. ഉപ്പ് മീനിലേക്ക് ഉപ്പ് വേണ്ടേ? മതി മതി മതി. ഓക്കെ, നിളക്കേ. അടിപൊളി. അത് ചെറിയ തീയിൽ ഇതിങ്ങനെ കിടന്ന് തിളയ്ക്കണം കേട്ടോ കുറച്ച് സമയം. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു. അപ്പം ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടു. നമ്മളെ കൂട്ടാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ നമ്മൾ സിമ്മിലിങ്ങനെ പതുക്കെ ചെറുതീയിലിട്ടാക്കി. ആഹാ, ഗ്ലാമർ ഉണ്ട് കേട്ടാ കാണാൻ ഇല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് ഇറക്കി വെച്ചു. ഇനി കഴിക്കുമ്പോൾ നമുക്ക് അറിയാം അങ്ങനെയുണ്ടെന്ന്. ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ചേർക്കേണ്ടവർക്കൊക്കെ ചേർക്കാമല്ലോ. ഉലുവപ്പൊടി, മല്ലിയില, പുതിനയില, വേപ്പിൻ്റെ ഇല, പച്ച വെളിച്ചെണ്ണ. മൂടി. നമുക്ക് തന്നിട്ടുള്ള റെസിപ്പിയിൽ അതൊന്നും തന്നെയില്ല. അപ്പം നമ്മളിത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പോവാണ്. ഞാൻ ഈ റെസിപ്പി തന്നപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. ഇതിൽ പുളി ചേർക്കണമായിട്ട് പറയണില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചേച്ചി അത് റെസിപ്പി തന്നപ്പോൾ അതിൽ മറന്നതാണ്. അപ്പോൾ പുളി ഇത്ര തന്നെ ഉള്ളൂ. ഇത് തക്കാളിയുടെ ഒരു പുളി മതി. ഇത് പിന്നെ മെയിനായിട്ട് ചോറിനല്ല, അങ്ങനെ ചപ്പാത്തി ബ്രെഡോ അങ്ങനെയൊക്കെ ഉള്ളതിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ചേട്ടൻ ബ്രെഡും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് കൂട്ടാനെടുക്കണം. അയ്യോ, സൈഡിൽ ഒഴിച്ചാൽ മതിയായിരുന്നു. അതേ, ഒരു ഭയങ്കരമായ ഒരു അബദ്ധം പറ്റി. നമ്മൾ ബ്രെഡൊക്കെ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കഴിക്കാൻ തുടങ്ങി. കഴിച്ചതൊക്കെ എടുത്തു, എല്ലാം എടുത്തു. പക്ഷെ ആ ക്ലിപ്പില്ലേ, അത് റെക്കോർഡായില്ലേ. ഒരു അബദ്ധം പറ്റി. അത് എഡിറ്റിങ് ഇന്നലെ വൈകുന്നേരം ചെയ്ത് തുടങ്ങി ലാസ്റ്റ് എത്തിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു ക്ലിപ്പില്ലാന്ന്. ഭാഗ്യത്തിന് ആ കൂട്ടാനിലത്തെ ഒരു സ്വല്പം മാത്രം ബാക്കിയുണ്ടായിരുന്നു. അത്
3 കഷ്ണം കണ്ട ചട്ടിയിൽ. അതിലിത്തിരി ചോറിട്ട് മടക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രെഡ് കൂട്ടിയിട്ട് കഴിക്കാം അങ്ങനെയാണ്. പക്ഷെ ബ്രെഡല്ല. നിമ്മി ചേച്ചി കുറച്ച് റെസിപ്പികൾ അയച്ചു തന്നതിൽ മസാല, ഫിഷ് മസാല എന്ന് പറഞ്ഞൊരു റെസിപ്പി ഉണ്ട്. അതാണ് ബ്രെഡ് ചപ്പാത്തി അതിനൊക്കെ പറ്റിയത്. ഇത് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ളത് തന്നെയാണെന്ന്. അത് സാധാരണ ചോറ് അല്ലെങ്കിൽ പിന്നെ മറ്റേ ജീര റൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് അങ്ങനെയുള്ള കുറേ ടൈപ്പ് റൈസുകളില്ലേ, മിൻറ്റ് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് ഇത്. അപ്പം അതുകൊണ്ട് ചോറുണ്ണാം. അപ്പം ഞാൻ ഇത്തിരി ചോറിട്ടിട്ട് കൊണ്ടുവരാം. 3 മീൻ കഷ്ണം ഉണ്ട്. ഒരെണ്ണം നിനക്ക്, ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ജഗുവിന്. അയ്യോ, എനിക്ക് വേണ്ട, ചേട്ടൻ കഴിച്ചോ. നമ്മുടെ മീൻ കഷ്ണത്തിന് ഇങ്ങോട്ട് നീക്കണം കേട്ടാ. ഇത് ചോറിലിരിക്കുന്നു. ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചോറാണ് കേട്ടാ. അപ്പം ഞാൻ മഴക്കാൻ പോണ കേട്ടാ. എൻ്റെ ദൈവമേ, ചട്ടിയിലത്തെ ചോറ് മീൻ കഷ്ണത്തിന് ഇങ്ങോട്ട് നീക്കിട്ടാ. ആവോലിയിലത് ഇന്നത്തേക്കില്ലേ എല്ലാം പിടിച്ച് സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രസം, ഇത് മറ്റേ വറ്റിച്ച ടൈപ്പല്ലേ, മറ്റേ വറ്റിച്ച ടൈപ്പ് മീൻ കൂട്ടാനാണില്ലേ ഇത്. കോട്ടയം ഇത് അതന്നെ ടേസ്റ്റ് ഒക്കെ ഏതാണ്ട്. ഇതിൽ കുറച്ച് മല്ലിയിലേരിയും പുതിനയിലേരിയും ഫ്ലേവർ വരുന്നുണ്ടെന്ന് മാത്രം. പിന്നെ പുളി തക്കാളിയുടെ ഒരു പുളി ഉണ്ട് എന്നുള്ളോ. ഞാൻ ഉൾഗടിച്ച അറിയാം, നോക്കിയോട്ടാ. ഉൾഗടിക്ക് ചേട്ടൻ കാലത്ത് ഉച്ചയ്ക്കൊക്കെ ഇത് കൂട്ടിയിട്ടെങ്കിൽ ചോറുണ്ടത്. ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞാൻ വൈകുന്നേരം ചോറിനാറില്ല കേട്ടാ കുറെ നാളായിട്ട്. മിണ്ടരുത്. മീൻ കഷ്ണം തന്നോ ഒരു മുള്ളുണ്ട് കേട്ടാ, വലിച്ചെടുക്കണ. ചെറിയ മുള്ളല്ല, ആ വലിയ മുള്ളല്ലേ, നമുക്ക് തിന്നാം. എന്തൊരു ടേസ്റ്റാല്ലേ മീൻ കഷ്ണം കഴിക്കാൻ. ഭയങ്കര സോഫ്റ്റ് എപ്പോഴും മീൻ കഷ്ണം. മറ്റേ മീനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ബലം വയ്ക്കും. അടിപൊളി കൂട്ടാട്ടാ. ജഗുവിന് ഒരു ഉരുള തരാട്ടെ. അത് കഴിഞ്ഞിട്ട് ജഗുവിന് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഉരുള വേണ്ട. ഇനി വേണ്ട, ഞാനൊരു സലാഡ് ഉണ്ടാക്കി കഴിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇത് വെച്ച് കഴിച്ചോടാ.